വൺ അപ്പോൾ ഇന്നലെ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു, ക്രഷിൻ്റെ ഫീലിങ്സ് ഒന്ന് വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ക്രഷ് ഫീലിങ്സ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഇതിൽ ക്രഷ് ഉള്ളവർക്ക്, സിംഗിൾസൊക്കെ ആണെങ്കിൽ ക്രഷ് ഉള്ളവർക്കുള്ള അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സാണ് റീഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ റെസനേറ്റ് ആവുകയാണെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് റിലീസ് ചെയ്യുക കേട്ടോ. ആ ഒരു കപ്പൽ ചെയ്തിട്ട് റെസനേറ്റ് ചെയ്യാൻ നോക്കണ്ട. ഓക്കെ, സോ നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ ക്രഷിനെ ഒന്ന് മനസ്സിൽ കൊണ്ടുവരിക. ജസ്റ്റ് ഒരു പേര് 3 times പറയുക, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്. അതിനുശേഷം നിങ്ങൾ റീൽസ് കാണാം കേട്ടോ. സോ എന്താണ് അവർക്ക് നിങ്ങളോട് പറയാനുള്ള ഫീലിങ്സ് അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻസ് നോക്കാം നമുക്ക്. സെക്കൻഡ് ചാൻസസ്, മേ ബി നിങ്ങളെ ക്രഷിന് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ ഒന്ന് സ്നേഹമായി പിന്നെ ചിലപ്പോൾ സെപ്പറേറ്റ് ആയിട്ടുണ്ടാവാം. അപ്പോൾ ഒരു സെക്കൻഡ് ചാൻസസ് അവർ ചോദിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഒന്നുകൂടിയും നിങ്ങളോട് റിലേഷൻഷിപ്പ് ആകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അവർ. അതാണ് സെക്കൻഡ് ചാൻസസ് എന്ന് പറയുന്നത് കേട്ടോ. ഇൻഫാക്ച്വേഷൻ, അവർക്ക് നിങ്ങളോട് ഭയങ്കര അട്രാക്ഷൻ തോന്നുന്നുണ്ട്, എന്തൊക്കെയോ രീതിയിലുള്ള ഫിസിക്കൽ അട്രാക്ഷൻ ആയിരിക്കാം. യെസ്, നല്ല കെമിസ്ട്രി, നല്ലൊരു നിങ്ങൾ തമ്മിലൊരു മാച്ച് ഉണ്ടായിരിക്കാം. ഒരു കെമിസ്ട്രി മീൻസ് എന്തെങ്കിലുമൊക്കെ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് തമ്മിലൊരു കണക്ഷൻസ് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും അവർക്ക്. ഓക്കെ, നിങ്ങളോടൊരു കെമിസ്ട്രി, നിങ്ങളായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ടൈമൊക്കെ അവർക്ക് ഭയങ്കര ഹാപ്പിനെസ് കൊടുക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ അവർക്ക് നല്ല രീതിയിൽ സെൽഫ് ലവ് വർദ്ധിക്കുന്നുണ്ടായിരിക്കും, സെൽഫ് ലവ് കാണിക്കുന്നുണ്ട്. നിങ്ങളെ കൂടെ ഇരിക്കുമ്പോൾ കുറേ ക്ലാരിറ്റി അവർക്ക് യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്നുണ്ടായിരിക്കും. ആൻസേഴ്സ് അറൈവിങ്, ഒരു കാർഡും കൂടി എടുക്കാം. അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ എഫേർട്ട് എടുക്കണമെന്ന്, നിങ്ങൾ തമ്മിൽ ഒരു വൺനെസ്സിലേക്ക് വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. യെസ്, റീച്ചിങ് ഔട്ട്, നിങ്ങൾക്ക് മെസ്സേജോ കമ്മ്യൂണിക്കേഷനോ അങ്ങനെയൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. മീൻസ് അവർക്ക് അറിയാണ് നിങ്ങൾ അവരെ നന്നായിട്ട് ക്രഷ് അടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കോൺടാക്റ്റ് വരാനോ അല്ലെങ്കിൽ ഒന്ന് സംസാരിക്കാനോ വളരെ ചാൻസസ് ഹൈ ആയിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഓക്കെ, അതാണ് നമുക്ക് കറൻറ്റ് ഫീലിങ്സിൽ കാണുന്നത്. നമുക്ക് ടാരോയിൽ നോക്കി നോക്കാം ഇനി എന്താണ് അവരുടെ ക്യാരക്ടർ എങ്ങനെയാണ്, അവർ ജെന്യുവൻ ആണോ, അങ്ങനത്തെ കാര്യങ്ങൾ നോക്കി നോക്കാം കേട്ടോ. യൂണിവേഴ്സ് സ്പിരിറ്റ്സ് ഏഞ്ചൽ സിംഗിൾസ് ആണ് ഈ ഒരു റീഡിങ്ങിൽ കാണുന്നവർക്കുള്ള മെസ്സേജസ്. അവരുടെ പാർട്ട്ണറിൻ്റെ ക്യാരക്ടർ കാര്യങ്ങളൊന്ന് പറഞ്ഞു തരും. കുറച്ച് ഒന്ന് നിങ്ങളെ ഭരിക്കുന്ന ടൈപ്പ് ആവാനുള്ള ചാൻസസ് ഉണ്ട്, കൺട്രോളിങ് ഒക്കെ. ആൻഡ് എനിക്ക് തോന്നുന്നു എന്തൊക്കെയോ ഒരു ജേർണിയിലൂടെ കടന്നു പോകുന്നതായിട്ട് കാണുന്നു. ഡെത്ത്, നിങ്ങൾക്ക് ലൈഫിലും കുറേ രീതിയിലുള്ള ട്രാൻസ്ഫോർമേഷൻസും ഇവരുടെ പ്രസൻസിൽ കൊണ്ടുവരും. ഇവർ നിങ്ങളെ കുറേ ട്രാൻസ്ഫോം ചെയ്യാൻ, നിങ്ങൾക്ക് നിങ്ങളെ കണ്ടുപിടിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ക്രഷായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഫിനാൻഷ്യലി നഷ്ടത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ അവർക്ക് നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ അല്ലെങ്കിൽ മോറൽ സപ്പോർട്ട് തരാനുള്ള ചാൻസസ് ഉണ്ട്. സൺ കാർഡ് ഉണ്ട്. ചിലവർ ഈ ഒരു ക്രഷിനെ മാരേജ് ചെയ്യാനുള്ള പോസിബിലിറ്റിയും കാണിക്കുന്നുണ്ട്. എല്ലാവർക്കും അല്ല, പോസിബിൾ ആണ്. മേ ബി നിങ്ങളുടെ ക്രഷ് അല്ലെങ്കിൽ നിങ്ങൾ നോക്കുന്ന പാർട്ട്ണർ വളരെ സാമ്പത്തികമായിട്ട് നല്ലൊരു സൗണ്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും, നല്ല ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടും ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള പേഴ്സൺ ആവാനുള്ള ചാൻസസ് കാണിക്കുന്നുണ്ട്. അവർക്ക് നിങ്ങളോട് ഭയങ്കരമായിട്ട് ഇൻഫാക്ച്വേഷൻസ് ഉണ്ട്, നിങ്ങളോട് നന്നായിട്ട് പെട്ടെന്ന് അടുക്കണമെന്നും നിങ്ങളോട് കൂടെ സംസാരിക്കുമെന്നും ട്രിപ്പ് പോകണമെന്നും അങ്ങനത്തെ ഒക്കെ കുറേ ആഗ്രഹങ്ങളുണ്ട് അവർക്ക്. നിങ്ങളിലൂടെ ഇരിക്കുമ്പോൾ അവർക്കും കണ്ടോ ട്രാവൽ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് വരുന്നു. അല്ലെങ്കിൽ ഡെത്ത്, അവരുടെ ലൈഫിൽ കുറേ കാര്യങ്ങൾക്കൊക്കെ മാറ്റം വന്നു. മേ ബി ഒരു പാസ്റ്റ് റിലേഷൻഷിപ്പ് ഉള്ള പേഴ്സൺസ് ആയിരിക്കും നിങ്ങൾ രണ്ടുപേരും. അങ്ങനെ രണ്ടുപേർക്കും അപ്പോൾ ഒരു ഫിയർ ഫാക്ടർ ഉണ്ട്, വേണോ വേണ്ടയോ, സെക്കൻഡ് ചാൻസസ്. അതാണ് സെക്കൻഡ് ചാൻസസ് എന്ന കാർഡ് വന്നിട്ടുള്ളത്. ഡെത്ത് കാണിക്കുന്നുണ്ട്, ട്രാൻസ്ഫോർമേഷനാണ്, വലിയ രീതിയിൽ മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. ഇവരുടെ പ്രസൻസിൽ മാറ്റങ്ങൾ വരും. ഫിനാൻഷ്യലി എന്തെങ്കിലുമൊക്കെ നഷ്ടത്തിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അവർ സപ്പോർട്ട് തരാനും അവരുടെ പ്രസൻസ് നിങ്ങൾക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉയർത്താനും ഹെൽപ്പ് ചെയ്യും. ബിക്കോസ് സൺ കാർഡ് ഉള്ളത് കൊണ്ട് സൺ കാർഡ് ഒരു മാരേജ് പോസിബിലിറ്റിയെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മാരേജ് ചെയ്യണമെങ്കിൽ മാരേജ്, എൻഗേജ്മെൻറ്റ്, അങ്ങനെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് പെട്ടെന്നൊരു മാരേജിലേക്ക് പോകുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. ബിക്കോസ് അവർ അവർക്ക് അബണ്ടൻ്റ് ആണ്. 990 ഈ നമ്പേഴ്സൊക്കെ കാണുന്നുണ്ടെങ്കിൽ വളരെ ഹൈ ആണ് കേട്ടോ. ഹാങ്ങ്, നിങ്ങളിൽ ഭയങ്കര ക്ലാരിറ്റി ഇല്ലാതെ നല്ല ടെൻഷനിൽ നിൽക്കുന്ന സമയമായിരിക്കാം, പക്ഷെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ക്ലാരിറ്റി കൊണ്ടുവരും ഈ ഒരു റിലേഷൻഷിപ്പ്. ചിലവർക്ക് ഒരു സ്പിരിച്വൽ അവേക്കനിലൂടെ കടന്നു പോകാൻ ഹെൽപ്പ് ചെയ്യുന്ന റിലേഷൻഷിപ്പാണ്. ആൻഡ് 7 of Pentacles ആണ്. നിങ്ങൾ മേ ബി ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിരിക്കാം, അതൊക്കെ കണ്ടിട്ടായിരിക്കും അവർക്ക് ഭയങ്കര നല്ല രീതിയിൽ ജോലി, മണി മൈൻഡഡിനൊക്കെ കൂടുതൽ കരിയർ ഓറിയൻറ്റഡ് ആണ്. അതൊക്കെ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ്. ഇൻഫാക്ച്വേഷൻ്റെ താഴെയാണ് ഈ ഒരു ജേർണി, സണ്ണ്, 7 of Pentacles ഒക്കെ കാണിച്ചിട്ടുള്ളത്. ആൻഡ് 2 of Wands, മേ ബി നിങ്ങളുടെ ക്രഷ് അബ്രോഡ് ആയിരിക്കാം, അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ട്രാവൽ ചെയ്യുന്നു, അല്ലെങ്കിൽ അവിടെയുള്ള ഒരു പേഴ്സൺ ആവാനുള്ള ചാൻസസ് കാണിക്കുന്നുണ്ട്. മേ ബി നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് കണ്ടുമുട്ടിയ ഒരു പേഴ്സൺ ആയിരിക്കാം. ചിലർജസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസസും ഉണ്ട്. 7 of മേ ബി തേർഡ് പാർട്ടി, അല്ലെങ്കിൽ തേർഡ് പാർട്ടി ചിലപ്പോൾ പാരൻസ് ആയിരിക്കും. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇതിൽ ഏതോ ഒരാൾ ബ്രേക്കപ്പ് സിറ്റുവേഷൻസ് ഒക്കെ കടന്നു പോയ പേഴ്സൺസ് ആണ്.
അതുകൊണ്ടാണ് സെക്കൻഡ് ചാൻസസ് ചോദിച്ചപ്പോൾ ഒരു ഹെസിറ്റേഷൻസ്, വേണോ വേണ്ടയോ, പഴയതുപോലെ പണി കിട്ടുമോ എന്നുള്ളൊരു പേടി കാണിക്കും. പക്ഷേ ഇതിന് കുഴപ്പമില്ല, അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ടും എല്ലാവരും നല്ല കർമ്മയാണല്ലോ, ഒരു കർമ്മ നിങ്ങൾക്ക് നല്ല രീതിയിൽ യെസ് ഗ്രാറ്റിറ്റ്യൂഡ്, താങ്ക് യു, നിങ്ങൾ ഇങ്ങനത്തെ താങ്ക് യു, ഗ്രാറ്റിറ്റ്യൂഡ്, സ്പിരിച്വൽ മെസ്സേജസ്, സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് കുറച്ച് ഇവോൾവ് ആവുന്നുണ്ടായിരിക്കും. ചിലർക്ക് ട്രൂ ലവ് ആയിട്ടൊക്കെ തോന്നുന്നുണ്ട്. ഈ കണക്ഷൻസ് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ക്രഷിൻ്റെ റീഡിങ്സ് പറയുകയാണെങ്കിൽ നല്ലൊരു കണക്ഷൻസാണ്. രണ്ടുപേരും ചിലപ്പോൾ അതിൽ ഏതെങ്കിലും ഒരാൾ ബ്രേക്കപ്പ് സിറ്റുവേഷൻ കടന്നു പോയ പേഴ്സൺസ് ആയിരിക്കും. നിങ്ങൾക്ക് ഹീലാവാനും കുറച്ച് നിങ്ങൾക്ക് മാറ്റം കൊണ്ടുവരാനും നിങ്ങളുടെ പഴയ ക്യാരക്ടറൊക്കെ മാറ്റി നിങ്ങൾക്ക് നിങ്ങളെ ഒതൻറ്റിക് സെൽഫിൽ കണ്ടുപിടിക്കാനും ഈ ഒരു ക്രഷ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുള്ള ചാൻസസും കാണിക്കുന്നുണ്ട്. ആൻഡ് ഏസ് ഓഫ് പെൻഡക്കിൾസ്, ഫിനാൻഷ്യൽ ആയിട്ടുള്ള, എനിക്ക് തോന്നുന്നു ഇവർ ഭയങ്കര ഫിനാൻഷ്യലി നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ള പേഴ്സൺസാണ്. മേ ബി നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഒരു ഡൗണിലൂടെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അവർ എന്തായാലും സപ്പോർട്ട് തരും. അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പാർട്ട്നേഴ്സായിട്ടുള്ള ജോലി ചെയ്യാനോ ബിസിനസ് പാർട്ട്ണർ ആവാനോ ഒക്കെ ചാൻസസ് വളരെ ഹൈ ആയിട്ട് കാണിക്കുന്നുണ്ട്. സോ ഡിവൈൻ ടൈമിങ് ഒരു കാർഡ് ഞാൻ ഇടയിൽ നിന്ന് എടുത്തപ്പോൾ വന്നു, ഒരു ഡിവൈൻ ടൈമിങ്. ആ ഡിവൈൻ ടൈമിങ്ങിൽ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ ഇതൊരു ഹോപ്പും ഇല്ലാന്ന് കരുതുകയാണെങ്കിൽ പെട്ടെന്ന് ചിലപ്പോൾ മാരേജ് നടക്കാനോ അല്ലെങ്കിൽ ഒരു എൻഗേജ്മെൻറ്റിലേക്ക് ആവാനോ കമ്മിറ്റഡ് ആവാനുള്ള ചാൻസസ് വളരെ ഹൈ ആയിട്ട് കാണിക്കുന്നുണ്ട്. സോ ഇതാണ് ക്രഷിൻ്റെ ഫീലിങ്സിൻ്റെ റീഡിങ്സ്. സോ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഞാൻ കൊടുക്കുന്നതാണ്. അതുപോലെ ടാരോ കോഴ്സ് നടക്കുന്നുണ്ട് നെക്സ്റ്റ് ബാച്ചിലേക്ക്. സോ ടെലഗ്രാമിലാണ് ക്ലാസ്സസ്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ആൻഡ് ഡിസ്റ്റൻറ്റ് ഹീലിംഗ്, സബ് കോൺഷ്യസ് ഹീലിംഗ്, ഇതൊക്കെയാണ് ഹീലിങ്സ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത്. നല്ല രീതിയിൽ ചേഞ്ചസ് വരും കേട്ടോ. ഈ ഒരു ഡിസംബർ മന്ത് വരെയൊക്കെ തന്നെ ഈ സബ് കോൺഷ്യസ് ഹീലിംഗ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് നല്ല രീതിയിൽ ചേഞ്ച് ആവാനും നിങ്ങൾ മെൻ്റലി പ്രിപ്പയർ ചെയ്യും. മീൻസ് നിങ്ങൾക്ക് മണി ഒക്കെ ഫ്ലോ കൂട്ടാനും അങ്ങനത്തെ കുറേ ടെക്നിക്സാണ് അതിൽ പഠിപ്പിക്കുന്നത്. അതിൽ ജോയിൻ ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുള്ളൂ. സോ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ. സോ ഗ്രാറ്റിറ്റ്യൂഡൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡായി ഇരിക്കുക, എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. വെറുതെ ഇരിക്കുമ്പോൾ താങ്ക് യു യൂണിവേഴ്സ്, എൻ്റെ ലൈഫിൽ എന്തൊക്കെ എനിക്ക് ലഭിച്ചിട്ടുണ്ട് അതിനൊക്കെ ഒരുപാട് നന്ദി, താങ്ക് യു എന്ന് പറയുന്നതനുസരിച്ച് നിങ്ങളുടെ വൈബ്രേഷൻസ് ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. സോ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലൊക്കെ എഴുതുക കേട്ടോ. അതാണ് ഗ്രാറ്റിറ്റ്യൂഡ്, താങ്ക് യു എന്നുള്ള മെസ്സേജസ് കൂടി കാണിക്കുന്നുണ്ട്. ചിലർക്ക് കോൺടാക്റ്റ് ഇല്ലാത്ത ക്രഷായിട്ട് ഇരിക്കുന്നവരാണെങ്കിൽ കോൺടാക്റ്റ് വരാനോ ഒരു സംസാരിക്കാനുള്ള ചാൻസസ് വളരെ ഹൈ ആയിട്ട് കാണുന്നുണ്ട്. ഓക്കെ. സോ താങ്ക് യു.